ശബരിമലയിലെ ദ്വാരകാപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇടക്കാല ഉത്തരവിലാണ് ദേവസ്വം ബെഞ്ചിന്റെ നടപടി. ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമെന്ന് ദേവസ്വം ബെഞ്ച് വിലയിരുത്തി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ഈ സ്വർണ്ണപ്പാളി മാറ്റിയതിൽ എന്താണ് കോടതിയുടെ നിർദ്ദേശം? ഇന്ന് രാവിലെ നമ്മളിത് വിശദമായി നൽകിയതാണ്. അതായത് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. ദേവസ്വം ബെഞ്ച് തിരുവിതാംകൂർ ദേവസ്വം ബെഞ്ചിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ദേവസ്വം ബോർഡിന്റെ നടപടി അനുചിതമാണെന്ന് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അനുവാദമില്ല. കോടതിയുടെ മുന്നിൽ ഈ വിഷയം എത്തിക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്ത് എന്താണ് അതിന് ഉചിതമായ ഒരു പരിഹാരം എന്നതൊക്കെ ചർച്ച ചെയ്യാൻ മതിയായ സമയമുണ്ടായിരുന്നു. എന്നിട്ട് പോലും കാലതാമസം വരുത്തുകയും ഈ ഓണാവധിയുടെ ആ ഒരു ഗ്യാപ്പിൽ ഇത് ഇളക്കി കൊണ്ടുപോയി. അത് എന്ത് ന്യായം പറഞ്ഞാലും അത്തരത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ അല്ലെങ്കിൽ മുൻകൂർ അനുമതിയില്ലാതെ, പ്രത്യേകിച്ച് മുൻകാല ഉത്തരവുകളൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇത്തരം നടപടികളൊന്നും പാലിക്കാത്തത് അതിരൂക്ഷ വിമർശനമാണ് രാവിലെ കോടതി ഉന്നയിച്ചത്. ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി, ഒരു കാര്യം കൂടി ഈ ഉത്തരവിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരിച്ചെത്തിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്, ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്ന ഇടക്കാല ഉത്തരവിലൂടെ ആ ഉത്തരവിലാണ് ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കമാറ്റിയ സംഭവത്തിൽ അതിരൂക്ഷ വിമർശനമാണ് കോടതി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ്, ഒരു മുൻകൂർ അനുമതി വാങ്ങാതെയാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു അനുമതി വേണമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ല. ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും കൂടി പരിശോധിച്ച് അത് കൃത്യമായി തന്നെ പാലിക്കാനുള്ളതാണ്. അങ്ങനെ പാലിക്കാതെ ഒരു ഉത്തരവ് ലംഘിക്കാൻ ഉള്ളതല്ല എന്നുകൂടി കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കോടതിയുടെ അനുമതി തേടാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മതിയായ സമയമുണ്ടായിരുന്നു. അങ്ങനെ ആ സമയം ഉണ്ടായിരിക്കെ തന്നെ അത്തരം നടപടികളൊന്നും പാലിക്കാതെ ഇത് കൊണ്ടുപോയി. കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല ദേവസ്വം ബോർഡിന്റെ കൃത്യമായ വിശദീകരണമൊക്കെ വന്നിരുന്നു. അത് തന്ത്രിയുടെ കൂടി അനുമതിയുണ്ട്. മാത്രമല്ല, ശബരിമലയിലെ വിജിലൻസ് ഇതോടൊപ്പം തന്നെ അനുഗമിച്ചിട്ടുണ്ട്. അത് അങ്ങനെ കൊണ്ടുപോയാൽ അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ സാധ്യമാകൂ എന്നതൊക്കെയാണ് അത് നൽകിയ വിശദീകരണം. പക്ഷെ കോടതി അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായി ഒരു വിശദീകരണം കോടതിക്ക് മുമ്പിൽ എത്തിക്കണം. അടുത്ത വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. SSCR നമ്പറാണ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധ എടുത്ത ഒരു ഹർജി കൂടിയാണ്. സുമോട്ടോ പ്രൊസീഡിംഗ്സ് ആണ്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകണം. ഒപ്പം തന്നെ ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ടുള്ള, മുൻകൂർ അനുമതിയില്ലാതെ ഇളക്കി മാറ്റിയ ഈ പാളി തിരിച്ചെത്തിക്കാനും ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകുന്നു. ഒപ്പം തന്നെ അതിരൂക്ഷ വിമർശനം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട്. ധന്യ. ശരി മുസ്തഫ.